എല്ലാവർക്കും കെ.എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻഷ്യൻറ്റ് ആൻഡ് മെഡീവൽ പീരീഡ് എന്ന വിഷയത്തിലെ 13ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗര്യൻ എംപയറിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയായി മൗര്യൻ എംപയറിൻ്റെ വളർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്ലൈഡിൻ്റെ പിറകിലായിട്ട് കാണുന്ന ഈ ഒരു സ്തൂപത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഈ ഒരു സ്തൂപം എന്താണ്, ഇത് ആരാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ഇതുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുൻപേ ഇതാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ്. ഇതിൽ നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ്മാർക്സ് ഓഫ് ആൻഷ്യൻറ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യയാണ് ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വായിക്കേണ്ട ബുക്കുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് അശോക ദ എംപറർ ഹൂ ഗേവ് അപ്പ് വാർ എന്ന ടോപ്പിക്, ഇത് ക്ലാസ് 6 NCERT ആണ്. പിന്നെ +1 NCERTയിലെ തിങ്കേഴ്സ് ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ്, അതിൽ സ്തൂപത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ 8ാം ക്ലാസ് SCERTയിലെ ഫ്രം മഗധ ടു താനേശ്വർ, അതിൻ്റെ തുടക്കത്തിൽ അശോകനെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കെ.എസ് ഇൻസൈറ്റ്സിൻ്റെ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാ വീഡിയോസും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ പേജായി youtube.com/c/KES Insights സന്ദർശിക്കാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗര്യൻ എംപയറിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ മൗര്യൻ എംപയർ സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. അത് 321 BCയിലായിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ് ദ മൗര്യൻ എംപയർ ആൻഡ് ബിക്കെയിം ഇറ്റ് ഫസ്റ്റ് എംപറർ ഇൻ 321 BC. ഈ ഒരു ചന്ദ്രഗുപ്തയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ബിന്ദുസാരയാണ് മൗര്യൻ എംപയറിലെ രാജാവായിട്ട് മാറിയത്. പിന്നീട് അതിനുശേഷം അശോക. അപ്പോൾ ഈ 3 പേരെക്കുറിച്ചാണ്, ഇവരാണ് മൗര്യൻ എംപയറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ. ഈ 3 പേരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് മൗര്യൻ എംപയർ സ്ഥാപിച്ചു. അദ്ദേഹമാണ് ഈ ഒരു മൗര്യ സാമ്രാജ്യത്തിന് വളരെയേറെ വികാസം പ്രാപിച്ചത്. അപ്പോൾ 325 BCയിൽ നമ്മുടെ മൗര്യ സാമ്രാജ്യം അന്ന് നന്ദ എംപയർ ആയിരുന്നു. ഈ ഒരു നന്ദ എംപയറിൽ നിന്ന് 321 BCയിലേക്ക് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആ ഒരു ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏകദേശം 250 BC, അതായത് അശോകൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ ഒഴികെ, തമിഴ് കേരളം ഭാഗങ്ങൾ ഒഴികെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏകദേശം എല്ലാ പ്രദേശങ്ങളും ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ കീഴിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ എംപയറാണ് മൗര്യൻ എംപയർ. ആ ഒരു എംപയറിൻ്റെ വളർച്ചയെക്കുറിച്ച്, അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയായിരിക്കും ഈ ഒരു ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങനെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി കാരണമായത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർമി തന്നെയാണ്. ഹി ഫോംഡ് എ സ്ട്രോങ് ആർമി ആൻഡ് എക്സ്പാൻഡഡ് ഹിസ് കിങ്ഡം ബൈ കോൺകറിങ് ദ നൈബറിങ് സ്റ്റേറ്റ്സ്. അദ്ദേഹത്തിന് വളരെ ശക്തമായൊരു ആർമി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആർമിയെ നിലനിർത്തുന്നതിന് ആവശ്യമായ പണം വേണം. അപ്പോൾ ഇത്തരത്തിലും പണം ലഭിക്കുന്നതിന് അദ്ദേഹം കൂടുതൽ ടാക്സും പിരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് ആദ്യം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഒരു തുടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ എസ്റ്റാബ്ലിഷ് ദ റൂൾ ബേസ്ഡ് ഓൺ ദ സപ്തംഗ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു സപ്തംഗ കൺസെപ്റ്റ് അല്ലെങ്കിൽ 7 limbs എന്ന് പറയുന്ന കൺസെപ്റ്റ് അർത്ഥശാസ്ത്രത്തിൽ നമ്മുടെ ചാണക്യൻ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സപ്തംഗ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഈ ഒരു മൗര്യ സാമ്രാജ്യം ഭരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ശക്തമായൊരു ആർമിയെ വയ്ക്കുകയും ഈ ഒരു സാമ്രാജ്യത്തെ വളരെയധികം വികസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ ഒരു മൗര്യ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനമായിട്ട് വെച്ചിരുന്നത് പാടലീപുത്രമാണ്. ഇന്നത്തെ പട്നയുടെ പഴയ പേരാണ് പാടലീപുത്ര. അപ്പോൾ പാടലീപുത്ര വാസ് ദ ക്യാപിറ്റൽ ഓഫ് മൗര്യ ഡൈനാസ്റ്റി. അപ്പോൾ സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ശക്തമായൊരു ആർമിയെ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആർമിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നല്ല ചിലവ് വരണം. കാരണം ആർമിയിലെ ഓരോ പട്ടാളക്കാർക്കും കാശ് കൊടുക്കണം. കൂടാതെ ആർമിക്ക് വേണ്ട ആയുധങ്ങളും മറ്റും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവ് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവുകൾ വഹിക്കുന്നതിന് വേണ്ടി ഹി കളക്റ്റഡ് വാരിയസ് ടാക്സസ് ഫോർ മീറ്റിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ കൊണ്ടുവന്നത്. ഈ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഹി മെയ്ഡ് അലയൻസ് വിത്ത് മെനി ഫോറിൻ കൺട്രീസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമോങ് ദം വാസ് ഹിസ് അലയൻസ് വിത്ത് ദ
ഗ്രീക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു 7 ലിംബ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ മിത്ര എന്ന് പറയുന്ന ഒരു ലിംബുണ്ട്, അലി ഓർ അലയൻസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഗ്രീക്ക്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീക്കിലെ അംബാസഡറായ മെഗസ്തനീസ് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമയത്ത് മൗര്യ സാമ്രാജ്യം സന്ദർശിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചന്ദ്രഗുപ്തനെ കുറിച്ച് ഇത്രമാത്രമേ അറിയേണ്ടത് ആവശ്യമുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഒരു മൗര്യ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് എന്നൊന്ന് ഓർത്തു വെക്കണം. ഇപ്പോൾ ചന്ദ്രഗുപ്തൻ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ബിന്ദുസാരയാണ് ഈ ഒരു മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് മാറിയത്. പക്ഷേ ബിന്ദുസാരയെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ശില്പങ്ങളോ ഒന്നും തന്നെ ലഭ്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ലൈഡ് ബ്ലാങ്ക് ആയിപ്പോയി. ചന്ദ്രഗുപ്ത മൗര്യ വാസ് സക്സീഡഡ് ബൈ ബിന്ദുസാര ഇൻ 297 BC. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം 297 BC ബിന്ദുസാരയാണ് ഈ ഒരു മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് മാറിയത്. അദ്ദേഹം ഈ ഒരു ഭരണം നടത്തുന്നതിന് ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൈസ്രോയി ആയിട്ട് അയക്കുകയുണ്ടായി. ഹിസ് സൺസ് വർ അപ്പോയിൻറ്റഡ് ആസ് വൈസ്രോയിസ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഓഫ് ദി എംപയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഏകദേശം 25 വർഷത്തോളമായിരുന്നു. അതിനുശേഷം ഹി ഡൈഡ് ഇൻ 272 BC. ഏകദേശം 272 BCയോടെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം 25 വർഷം ഈ ഒരു മൗര്യ സാമ്രാജ്യത്തെ ഭരിച്ചു. അപ്പോൾ അതിനുശേഷം അധികാരം കൈവരേണ്ടത് അദ്ദേഹത്തിൻ്റെ മക്കളിലേക്കാണ്. ഈ ഒരു മക്കൾ എന്ന് പറയുന്നത് വിവിധ പ്രദേശങ്ങളിലെ വൈസ്രോയിമാരായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം 272 BC ഈ ഒരു ബിന്ദുസാര മരിച്ചെങ്കിലും അടുത്ത രാജാവായിട്ട് അല്ലെങ്കിൽ അധിപനായിട്ട് അശോകൻ എന്ന് പറയുന്ന മകനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അശോക ഹാവ് ബീൻ വൈസ്രോയി ഓഫ് തക്ഷശില ആൻഡ് ഹീ സക്സീഡഡ് ബിന്ദുസാര. പക്ഷേ ഈ ഒരു അശോക വരുന്നത് അദ്ദേഹം 268 BCയിലാണ്. അതായത് ഏകദേശം 4 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ ഒരു 4 വർഷം അവിടെ ആരാണ് ഭരിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ചരിത്രകാരന്മാരുടെ ഇടയിൽ തന്നെയില്ല. ചിലപ്പോൾ മക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നം, ആരാണ് പിന്തുടർച്ചാവകാശി എന്നതിൻ്റെ മേലെ ഒരു തർക്കം നിലനിന്നിരിക്കാം എന്നൊക്കെ കരുതി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അശോക എന്ന് പറയുന്നത് തക്ഷശിലയിലെ വൈസ്രോയി ആയിരുന്നു. അശോക ബിക്കെയിം ദ റൂളർ ഓഫ് മൗര്യ എംപയർ ആഫ്റ്റർ ബിന്ദുസാര. ബിന്ദുസാരയ്ക്ക് ശേഷം അശോകനാണ് ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ രാജാവായിട്ട് മാറിയത്. അപ്പോൾ അശോകൻ ഭരിക്കുന്ന സമയത്ത് അത് 268 BC മുതൽ 232 BC വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതിനിടയിൽ 250 BCയിൽ ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. അതിൽ ഇന്ത്യയുടെ മാപ്പിൽ നമ്മൾ ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന മുഴുവൻ പ്രദേശങ്ങളും ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ ഭാഗമാണ്. അതിൽ നമ്മുടെ കേരളം ഉൾപ്പെടെ വരുന്ന തമിഴ്നാട് ഉൾപ്പെടെ വരുന്ന ഭാഗങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു അശോക ഭരിക്കുന്ന സമയത്ത് ഹിസ് എംപയർ കവേർഡ് ദ എൻറ്റയർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എക്സെപ്റ്റ് ദ പാർട്സ് ഓഫ് പ്രസൻറ്റ് ഡേ തമിഴ്നാടു, കർണാടക ആൻഡ് കേരള. കേരള, കർണാടക, തമിഴ്നാട് വരുന്ന ഈ ഒരു സൗത്ത് ഭാഗങ്ങൾ ഒഴികെ, പൂർണ്ണമായിട്ടുമല്ല ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഒരു അശോകൻ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യുദ്ധമികവിൻ്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ ഭരണമികവിൻ്റെ പേരിലോ ഒന്നുമല്ല. മറിച്ച് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ബുദ്ധമതത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് കാരണമായത്, അതായത് അശോക എന്ന് പറയുന്നത് മൗര്യൻ എംപയറിലെ 3ാമത്തെ രാജാവാണ്. അപ്പോൾ ഈ ഒരു 3ാമത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ മുൻപേയുള്ള അച്ഛനും അച്ചച്ചനുമൊക്കെ എല്ലാവരും ഈ ഒരു സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ അശോകയും ഈ ഒരു സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കലിംഗ എന്ന് പറയുന്ന രാജ്യം, അത് ഇന്നത്തെ ഒറീസയാണ്. അപ്പോൾ ഈ ഒരു കലിംഗ എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് ഈ യുദ്ധത്തിൽ വളരെയേറെ നാശനഷ്ടമുണ്ടായി. ആ കലിംഗയ്ക്കും നാശനഷ്ടമുണ്ടായി, ഈ അശോകൻ്റെ സേനയ്ക്കും നാശനഷ്ടമാണ്. ഏകദേശം അശോകൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു 100,000-ഓളം ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവം അശോകൻ കണ്ടപ്പോൾ അശോകന് വളരെയേറെ മനപ്രയാസമുണ്ടായി. ഈ ഒരു മനപ്രയാസമാണ് അശോകൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതും ബുദ്ധമതത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് ഒരുപാട് കാരണമാവുകയും ചെയ്തത്. ദ ഡിഫൈനിങ് ഈവൻറ്റ് ഓഫ് അശോകാസ് റൂൾ വാസ് ഹിസ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് കലിംഗ, പ്രസൻറ്റ് ഡേ ഒഡീഷ, ഇൻ 260 BC. അദ്ദേഹം അധികാരമേറ്റെടുത്തത് 268 BCയിലാണ്. അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കലിംഗയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. ഈ ഒരു യുദ്ധം 260 BCയിൽ നടന്ന ഈ ഒരു യുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ പേരെന്ന് ഓർത്തു വെക്കണം, കലിംഗ വാർ.
Ashoka fought a war to conquer Kalinga. However, he was so horrified when he saw the violence and bloodshed that he decided not to fight any more wars. അപ്പോൾ ഈ ഒരു യുദ്ധം കണ്ടപ്പോൾ, അതിലുണ്ടായ രക്തച്ചൊരിച്ചിൽ കണ്ടപ്പോൾ, ആൾക്കാർ അംഗഭാഗങ്ങൾ നഷ്ടപ്പെട്ട് കരയുന്നത് കണ്ടപ്പോൾ, ഈ ഒരു ദുഃഖം കണ്ടപ്പോൾ അശോകയുടെ മനസ്സലിയുകയും അദ്ദേഹം ഇനിയൊരിക്കലും ഞാൻ ജീവിതത്തിൽ യുദ്ധം ചെയ്യില്ല എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ ഒരു യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചുവെങ്കിലും അദ്ദേഹം ഈ ഒരു കലിംഗ പിടിച്ചടക്കാതെ അദ്ദേഹം പിന്മാറുകയുണ്ടായത്. ഹീ ഈസ് ദ ഓൺലി കിങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് ഹു ഗേവ് അപ്പ് കോൺക്വസ്റ്റ് ആഫ്റ്റർ വിന്നിങ് എ വാർ. ഒരു യുദ്ധം ജയിച്ചതിന് ശേഷം രാജ്യം വേണ്ട എന്ന് പറയുന്ന ആദ്യത്തെ രാജാവാണ് ഈ ഒരു അശോക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വലതു ഭാഗത്ത് കാണുന്നത് ഈ ഒരു കലിംഗ യുദ്ധത്തിൽ അശോകൻ സങ്കടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതൊരു ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം 260 BC നടന്ന ഈ ഒരു കലിംഗ വാറാണ് അശോകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കുന്നത്. അതിനുശേഷം അശോകൻ ധമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഈ ഒരു ധമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മുൻപ് കേട്ടതാണ്. ബുദ്ധൻ്റെ കൺസെപ്റ്റാണ്, ബുദ്ധമതമാണ്. അശോക വാസ് ഇൻസ്പയർഡ് ബൈ ബുദ്ധിസം ആൻഡ് പ്രൊക്ലെയിം ധമ്മ. അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുകയും ബുദ്ധമതത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഒരു ധമ്മ എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുകയും ചെയ്തു. ഹീ കൺസിഡേർഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ഹിസ് പീപ്പിൾ സിമിലർ ടു ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ബുദ്ധിസത്തിലേക്ക് പിന്തുടരുകയും ബുദ്ധിസത്തെക്കുറിച്ച് അറിയുകയും ബുദ്ധൻ്റെ ടീച്ചിങ്സ് അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനൊരു രാജാവ് എന്ന നിലയിൽ ജനങ്ങളെ ഭരിച്ച് അവരെ പിഴിഞ്ഞ് കാശ്, ടാക്സ്, നികുതിയൊക്കെ പിടിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഒരു അച്ഛൻ എന്ന രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിയാണ് വേണ്ടത് എന്ന്. സോ ഹീ ലെസൺ ദ പണിഷ്മെൻറ്റ്സ് ആൻഡ് അർജ്ഡ് ഫോർ സിമ്പിൾ ലിവിങ്. അദ്ദേഹം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളും മറ്റും കുറയ്ക്കുകയും അവരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടരുകയും ചെയ്തു. അപ്പോൾ നല്ലൊരു രാജാവ്, യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവിൽ നിന്നും വളരെ സ്നേഹസമ്പന്നനായ ഒരു രാജാവിലേക്കുള്ള മാറ്റമാണ് അശോകയിൽ കലിംഗ വാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു ബുദ്ധമതത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അശോക ചെയ്ത കാര്യങ്ങളിലൂടെയാണ് അശോക ലോക പ്രശസ്തനായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു അശോകയുടെ ധമ്മ എന്ന കൺസെപ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ആ കാലത്ത് ഒരുപാട് റിച്വൽസ് ഉണ്ടായിരുന്നു. പീപ്പിൾ പെർഫോം എ വെറൈറ്റി ഓഫ് റിച്വൽസ് വെൻ ദേ ഫാൾ ഇൽ, വെൻ ദേ ചിൽഡ്രൻ ഗെറ്റ് മാരീഡ്, വെൻ ചിൽഡ്രൻ ആർ ബോൺ, വെൻ ദേ ഗോ ഓൺ എ ജേണി. അപ്പോൾ ഒരുപാട് പൂജകളും മറ്റും നടത്തിയിരുന്നു. ഇത് നമ്മൾ കണ്ടു വേദകാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു തുടക്കമുണ്ടായിരുന്നു. ദീസ് റിച്വൽസ് വർ നോട്ട് യൂസ്ഫുൾ. അപ്പോൾ ഇത്തരത്തിലുള്ള യാഗങ്ങളും മറ്റുമൊന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നൊരു കൺസെപ്റ്റാണ് അശോകയ്ക്ക് ഉണ്ടായിരുന്നത്. കൂടാതെ ആൾക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന, ഉദാഹരണത്തിന് ആ സമയത്ത് ഒരു സ്ലേവ് സിസ്റ്റം പോലെയൊക്കെ ഉണ്ടായിരുന്നു, ദാസപ്പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തെറ്റാണ് എന്നൊരു ആശയമാണ് അശോകൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ബീങ് ജെൻറ്റിൽ വിത്ത് സ്ലേവ്സ് ആൻഡ് സെർവൻസ്, അതായത് ജോലിക്കാരോടും അടിമകളോടും ദാസന്മാരോടും ഒക്കെ നല്ല രീതിയിൽ പെരുമാറണമെന്നും അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത് തെറ്റാണ് എന്ന കൺസെപ്റ്റാണ് ഈ ഒരു അശോകന് ഉണ്ടായിരുന്നത്. റെസ്പെക്റ്റിംഗ് വൺസ് എൽഡേഴ്സ്, അതായത് പ്രായം കൂടിയവരെ ബഹുമാനിക്കണം. ട്രീറ്റിംഗ് ഓൾ ക്രിയേച്ചേഴ്സ് വിത്ത് കമ്പാഷൻ, അതായത് ഭൂമിയിലുള്ള എല്ലാ ജീവികളെയും നമ്മൾ വളരെ സ്നേഹത്തോടെ കാണണം എന്നൊരു ആശയമാണ് ഈ ഒരു അശോകൻ ഉണ്ടായിരുന്നത്. ഗിവിങ് ഗിഫ്റ്റ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് മോങ്സ്, അതായത് ജീവിതത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്ന പരിവ്രജകും മറ്റുമൊക്കെ ആയ ആൾക്കാർക്ക്, ബ്രാഹ്മിൻസിനും മോങ്സിനുമെല്ലാം സമ്മാനങ്ങൾ നൽകുന്നതും അവർക്ക് ഭിക്ഷ നൽകുന്നതും ഒക്കെ നൽകണം എന്നൊരു ആശയമാണ് അശോകൻ പ്രചരിപ്പിച്ചത്. ഈച്ച് വൺ ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ് റിലീജിയൻ. അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് റിലീജിയൻസ് ഉണ്ടായിരുന്നു. റിലീജിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ശ്രമണ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ജൈനന്മാരുണ്ടായിരുന്നു, ബുദ്ധിസം ഉണ്ടായിരുന്നു, അജീവിക എന്ന് പറയുന്ന സെക്റ്റ് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ വേദകാലഘട്ടത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഇഷ്യൂ, ആ ഒരു സ്വരച്ചേർച്ച ഒഴിവാക്കണം എന്നൊരു ആശയമാണ് ഈ ഒരു അശോകന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അശോകൻ്റെ കൺസെപ്റ്റ്. അതായത് ആൾക്കാരെ ഉപദേശിച്ച് പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന വളരെ പൂർണ്ണമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ള ഒരു ആശയമായിരുന്നു അശോകൻ ഉണ്ടായിരുന്നത്. ഇതായിരുന്നു അശോകൻ്റെ ധമ്മ. അപ്പോൾ അശോകൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമല്ല കാണാൻ വേണ്ടി പറ്റിയത്. ദർ വർ എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ദാറ്റ് ട്രബിൾഡ് ഹിം. അദ്ദേഹത്തിന് മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കണ്ടത്. പീപ്പിൾ ഇൻ ദ എംപയർ ഫോളോ ഡിഫറെൻറ്റ് റിലീജിയൻസ് ആൻഡ് ദിസ് സംടൈംസ് ലെഡ് ടു കോൺഫ്ലിക്റ്റ്. രാജ്യത്തുള്ള
ആൾക്കാർ തന്നെ പല റിലീജിയൻസ് വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വേദകാലഘട്ടത്തിൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രധാനമായിട്ടും ബ്രാഹ്മണന്മാർ. അതിനുശേഷം കുറേ ആൾക്കാർ ജൈനമതത്തെ ഫോളോ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ബുദ്ധമതത്തെ ഫോളോ ചെയ്യുന്നുണ്ട്, മറ്റു ചിലർ ശ്രമണ ട്രഡീഷൻ ഫോളോ ചെയ്ത് അജീവിക സെക്റ്റ് പോലെയുള്ള വിഭാഗക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തന്നെ അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അനിമൽസ് വാസ് സാക്രിഫൈഡ്. പൂജകളുടെയും മറ്റും ഭാഗമായിട്ട് മൃഗങ്ങളെയും മറ്റും ബലി കൊടുക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്രിയേച്ചേഴ്സിനോടും ഒരുപോലെ പെരുമാറണം, അവരോട് വളരെ കരുണയോടെ പെരുമാറണം എന്നൊരു കൺസെപ്റ്റാണ് അശോകൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. സ്ലീവ്സ്, ദാസ ആൻഡ് സെർവൻസ് വർ ഇൽ ട്രീറ്റഡ്. അതായത് ജോലിക്കാരും അടിമകളുമൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു. അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സാഹചര്യവും കൂടാതെ ദർ വർ ക്വാറൽസ് ഇൻ ഫാമിലീസ് എമോങ്സ് ദ നെയ്ബേഴ്സ്. നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളും. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ തമ്മിൽ വളരെ സ്നേഹമില്ലാതെ പരസ്പരം പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ച് ധമ്മയുടെ പാഠങ്ങൾ മനസ്സിലാക്കി അവരെ നല്ല വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അശോകൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ അശോകൻ ഇതിനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹി ഫെൽറ്റ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു solve these problems. So he appointed officials who went from place to place teaching people about Dhamma. അപ്പോൾ അദ്ദേഹം കരുതി ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുക എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു അച്ഛൻ എന്ന രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ധർമ്മമാണ്. അപ്പോൾ ഈ ഒരു ധർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഹി അപ്പോയിൻറ്റഡ് ഒഫീഷ്യൽസ്. അദ്ദേഹം കുറേ ആൾക്കാരെ നിയമിച്ച് അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുകയും അവരോട് ഈ ഒരു ആശയങ്ങളൊക്കെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ ജീവിക്കണം, നിങ്ങൾ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല തുടങ്ങിയതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതിനെയാണ് ടീച്ചിങ്സ് ഓഫ് ധമ്മ എന്ന് പറയുന്നത്. ബുദ്ധൻ പഠിപ്പിച്ച കാര്യങ്ങളും ഇവയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടീച്ചിങ്സ് ഓഫ് ധമ്മ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെ പോലും അദ്ദേഹം ശ്രീലങ്കയിലേക്കും മറ്റും ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അയക്കേണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടാതെ ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല പ്രദേശങ്ങളിലും ഈ ഒരു മെസ്സേജ് എഴുതി വെച്ചു. അശോക ഗോട്ട് ഹിസ് മെസ്സേജ് ഇൻസ്ക്രൈബ്ഡ് ഓൺ റോക്സ് ആൻഡ് പില്ലേഴ്സ്. പല പാറകളിലും പില്ലേഴ്സിലും മറ്റും ഇത് എഴുതി വെച്ചു. ഈ ഒരു പില്ലേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വിശദമായിട്ട് പറയാം. അശോക ഓൾസോ സെൻഡ് മെസ്സഞ്ചേഴ്സ് ടു സ്പ്രെഡ് ഐഡിയാസ് അബൌട്ട് ധമ്മ ടു അതർ ലാൻഡ്സ് സച്ച് ആസ് സിറിയ, ഈജിപ്ത്, ഗ്രീസ് ആൻഡ് ശ്രീലങ്ക. അപ്പോൾ സിറിയ, ഈജിപ്ത്, ഗ്രീസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം ആൾക്കാരെ അയച്ചു. അപ്പോൾ ഇതാണ് ബുദ്ധിസം ഇന്ത്യയുടെ പുറത്തേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അശോകൻ്റെ കാലത്ത് അശോകൻ ഈ ഒരു ടീച്ചിങ്സ് ഓഫ് ധമ്മ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ മെസ്സഞ്ചേഴ്സായിട്ട് പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ബുദ്ധിസത്തിന് വളരെയേറെ വികാസം പ്രാപിച്ചു. അപ്പോൾ ഇത് ഞാൻ വികാസം പ്രാപിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അശോകനായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അശോകൻ എങ്ങനെയാണ് ഈ ഒരു ബുദ്ധിസത്തിനെ പ്രൊമോട്ട് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു പ്രൊപ്പഗേറ്റ് ആൻഡ് മേക്ക് പീപ്പിൾ അവെയർ അബൌട്ട് ഹിസ് ഐഡിയാസ് ആൻഡ് റൂൾസ്, അശോക ഇറക്റ്റഡ് എഡിക്സ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി ആൻഡ് മോർ മെയ്ഡ് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ റോക്സ്. അപ്പോൾ ഈ ഒരു എഡിക്സ് എന്ന് പറഞ്ഞാൽ ശാസനങ്ങളാണ്. അതായത് രാജാവിൻ്റെ വാക്കുകളെയാണ് നമ്മൾ ശാസനം എന്ന് പറയുന്നത്, രാജശാസനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഡിക്സ് അല്ലെങ്കിൽ ശാസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആൾക്കാരെ അയച്ചു എന്ന് പറഞ്ഞു. ഇതുകൂടാതെ അദ്ദേഹം ആൾക്കാർ കാണാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും, അതായത് വഴിവക്കലും മറ്റും ആൾക്കാർ വരുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു ശാസനങ്ങൾ കൊത്തിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇത്തരത്തിൽ കൊത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 രൂപങ്ങളാണുള്ളത്. ഒന്ന് പ്രധാനമായിട്ടും പില്ലേഴ്സാണ്, രണ്ടാമത്തേത് സ്തൂപയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എഡിക്സ് ഓഫ് അശോക വർ റിട്ടൺ ഇൻ ദ ബ്രഹ്മി സ്ക്രിപ്റ്റ്. അപ്പോൾ എഴുതിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ബ്രഹ്മി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ പേരൊന്ന് ഓർത്ത് വെക്കണം, ബ്രഹ്മി സ്ക്രിപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ അശോകൻ ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനെക്കുറിച്ച്, ഇത് ആർട്ട് ആൻഡ് കൾച്ചറിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കാരണം ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ വലതു ഭാഗത്ത് കാണിക്കുന്ന ചിത്രത്തിൽ നമുക്ക് പില്ലർ എഡിക്റ്റ് കാണാം, തോപ്ര, ഡൽഹി. പിന്നെ രൂപ്നാഥ് എഡിക്റ്റ് കാണാം, ധൗളി എഡിക്റ്റ് കാണാം. അതൊരു എലിഫൻറ്റിൻ്റെ ആനക്കൊമ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും, ആനയുടെ തലഭാഗമാണത്. അതിനുശേഷം ഒരു പില്ലർ എഡിക്റ്റ് വൈശാലിയിലെ കാണാൻ വേണ്ടി പറ്റും. ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് രൂപങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടു. അതിലൊക്കെ ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് താഴെ കാണുന്ന ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശാസനങ്ങൾ എഴുതിയിടുകയാണുണ്ടായത്. അപ്പോൾ ആൾക്കാർ അതിലൂടെയും മറ്റു പോകുമ്പോൾ ഈ ഒരു ശാസനങ്ങൾ വായിക്കുകയും അവർ ഈ ഒരു ധമ്മയെക്കുറിച്ച് ബോധവാന്മാരാവും എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അശോകക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അശോക ഇത്തരത്തിലുള്ള സ്തൂപകളും പില്ലേഴ്സും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെയധികം
പ്രാധാന്യം നൽകി. അദ്ദേഹത്തിൻ്റെ അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള സ്തൂപകളും പില്ലേഴ്സും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം തന്നെയായിരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു കൾച്ചറിൽ വളരെയേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാൻ വേണ്ടി പോകേണ്ടത് മൗര്യൻ പില്ലേഴ്സാണ്. അപ്പോൾ മൗര്യൻ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ മൗര്യൻ കാലഘട്ടത്തിൽ, ഈ അശോകയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കിയിട്ടുള്ള പില്ലേഴ്സാണ്. അപ്പോൾ ഈ ഒരു പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 അടി ഉയരമുള്ള വലിയ തൂണുകളാണ്. അത് മോണോലിത്ത് പില്ലേഴ്സാണ്, അതായത് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു മൃഗത്തെ കാണാം. ഈ ഒരു വലത് ഭാഗത്ത് മുകൾ ഭാഗത്ത് കാണിക്കുന്ന പില്ലർ എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സിംഹത്തെ, അതിന് നമ്മൾ ലയൺ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പില്ലറിനെ കാണാം. ഇതിന് ഏകദേശം 40 അടി ഉയരമുണ്ട്, ഏകദേശം 12 മീറ്റർ ഉയരം. അപ്പോൾ ഈ ഒരു പില്ലറിനെ കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പില്ലറിന് ഈ വലിയൊരു തൂണുണ്ട്, അതിനെ നമ്മൾ ഷാഫ്റ്റ് എന്നാണ് വിളിക്കുക. ഈ ഒരു ഷാഫ്റ്റിൻ്റെ മുകളിൽ അതിൻ്റെ തൊട്ട് താഴെ കാണിക്കുന്ന ചിത്രത്തിലെ പോലെ ഇൻസ്ക്രിപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാസനങ്ങൾ, ധമ്മയെക്കുറിച്ചുള്ള ആശയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുമെന്നാണ് കൺസെപ്റ്റ്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മൗര്യൻ പില്ലേഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ്. ആ വലിയ തൂണിനെ നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിച്ചു. ആ ഷാഫ്റ്റിന് മേലെയുള്ള ഭാഗത്തിനെ നമ്മൾ ക്യാപിറ്റൽ പോർഷൻ എന്നാണ് വിളിക്കുക. ഈ ഒരു പോർഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു പോർഷൻ, ഇത് വേറൊരു പോർഷൻ സാരാനാഥിലെ അശോക സ്തംഭമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ നമുക്ക് 3 സിംഹത്തെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. നോർമലി അനിമൽ ക്യാപിറ്റൽ ഒരു മൃഗത്തിൻ്റെ ചിത്രമായിരിക്കും. അപ്പോൾ ഇവിടെ സിംഹമാണുള്ളത്, ഈ വലതു ഭാഗത്തുള്ളതിൽ ഒറ്റ സിംഹമാണുള്ളത്. അപ്പോൾ അതിനെ ലയൺ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതിൻ്റെ താഴെയായിട്ട് അതിനെ ക്യാപിറ്റൽ അനിമൽ എന്നാണ് വിളിക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു അനിമൽ ഇരിക്കുന്ന പോർഷൻ, അവിടെ ഒരു സർക്കുലർ പ്ലേറ്റ് വെച്ചതുപോലെ ഉണ്ട്. അതിനെ നമ്മൾ അബാക്കസ് എന്ന് വിളിക്കും. ഒരു അബാക്കസിലും നമുക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിലൊരു ചക്രം കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ചക്രം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ ബുദ്ധൻ്റെ സമയത്ത് ഈ ഒരു ചക്രത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ആ ഒരു ചക്രത്തിൻ്റെ പേരാണ് ധർമ്മചക്രം. പക്ഷേ ധർമ്മചക്രത്തിൽ നമ്മൾ 8 നോബിൾ ട്രൂത്ത്സ് ഉണ്ട്. അപ്പോൾ 8 ചക്രങ്ങളാണ് ഉണ്ടായിരുന്നത്. സാരാനാഥിലെ ലയൺ ക്യാപിറ്റലുള്ള ഈ അശോക ചക്രത്തിൽ 24 കാലുകളുണ്ട്. എങ്കിലും ഇത് ധർമ്മചക്രത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് കരുതി പോകുന്നത്. അതിനെ നമ്മൾ അബാക്കസ് എന്നാണ് വിളിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു ബേസ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബേസിൻ്റെ താഴെയാണ് ഷാഫ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ബേസിനെ, അത് ഇൻവേർട്ടഡ് ലോട്ടസ് ആണ്, ഒരു താമര തലതിരിച്ച് വെച്ചതുപോലെയാണുള്ളത്. അപ്പോൾ ഈ ഒരു മൗര്യൻ പില്ലറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതാണ്. ഏറ്റവും മുകളിൽ ഒരു ക്യാപിറ്റൽ അനിമൽ ഉണ്ട്, ഒരു അനിമൽ ഫിഗർ ഉണ്ടാവും. അത് സിംഹം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബുള്ളിൻ്റെ ഫിഗറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ടുള്ള പോർഷനാണ് അബാക്കസ്, അതായത് ഈ മൃഗം ഇരിക്കുന്ന, ക്യാപിറ്റൽ അനിമൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ക്രൗൺ അനിമൽ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മൃഗം ഇരിക്കുന്ന പോർഷനാണ് നമ്മൾ അബാക്കസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻവേർട്ടഡ് ലോട്ടസ് ആണ്. അതിന് താഴെയായിട്ട് ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു മോണോലിത്ത് പില്ലറാണെന്ന് ഓർത്ത് വെക്കണം. ഇനി ഈ ഒരു മൗര്യൻ പില്ലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ഒരു മൗര്യൻ പില്ലറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു മൗര്യൻ പില്ലറിൽ നമ്മൾ ഈ കണ്ട ചിഹ്നം നമ്മൾ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ 1 രൂപ കോയിൻ്റെ പിറകിലൊക്കെ നമുക്ക് ഈ ഒരു ചിത്രം, പഴയ 1 രൂപ കോയിൻ്റെ പിറകിലൊക്കെ ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ നാഷണൽ എംബ്ലമാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ നാഷണൽ എംബ്ലം ഞാൻ ഈ ഏറ്റവും വലതു ഭാഗത്ത് സത്യമായവ ജയതേ എന്ന് എഴുതിയിട്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാഷണൽ എംബ്ലം എടുത്തിരിക്കുന്നത് ഈ ഒരു സാരാനാഥിലെ ലയൺ ക്യാപിറ്റലിൽ നിന്നാണ്, അല്ലെങ്കിൽ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ ഒരു നമ്മുടെ നാഷണൽ എംബ്ലം എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഉപനിഷത്തുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതെടുത്തിരിക്കുന്നത് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു മൗര്യൻ പില്ലറിൽ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ നാഷണൽ എംബ്ലം എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദ മൗര്യൻ പില്ലർ ക്യാപിറ്റൽ ഫൗണ്ടഡ് അറ്റ് സാരാനാഥ്, പോപ്പുലർലി കോൾഡ് ലയൺ ക്യാപിറ്റൽ. അതിൻ്റെ മുകളിലുള്ള മൃഗം സിംഹമായതിനാൽ അതിനെ നമ്മൾ ലയൺ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അത് സാരാനാഥിലാണുള്ളത്. ഇറ്റ് റിലേറ്റഡ് വിത്ത് ദ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് ഓഫ് ഫസ്റ്റ് സെറിമൺ ഓഫ് ധമ്മചക്ര പ്രവർത്തന ബൈ ബുദ്ധ അറ്റ് സാരാനാഥ്. അപ്പോൾ സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലം ബുദ്ധൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് നമ്മൾ ബുദ്ധൻ്റെ ജീവിതം പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടീച്ചിങ് അല്ലെങ്കിൽ ഫസ്റ്റ് സെറിമൺ നടന്നിരിക്കുന്നത് സാരാനാഥിലാണ്. അതിനെയാണ് നമ്മൾ ടേണിംഗ് ദ വീൽ ഓഫ് ലോ അല്ലെങ്കിൽ ധർമ്മചക്ര പരിവർത്തൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ധർമ്മചക്ര പരിവർത്തനം നടന്നതിൻ്റെ സ്മരണക്കായിട്ടാണ് ഈ ഒരു പ്രദേശത്ത്, അതായത് സാരാനാഥിൽ ഈ ഒരു പില്ലർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് അശോകൻ്റെ കാലത്ത് സ്ഥാപിച്ചിട്ടുള്ള പില്ലറാണ്. ദ ക്യാപിറ്റൽ വാസ് ബിൽഡ് ബൈ അശോക. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അശോകനാണ്. The capital without the crowning wheel and the lotus base has been adopted as a national emblem of independent India. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ എംബ്ലമായിട്ട്, ദേശീയ ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത് ഈ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുള്ള ഭാഗമാണ്. അതിൻ്റെ താഴെയുള്ള ആ ഒരു ലോട്ടസ് പോർഷൻ നമ്മൾ
ഈ ഒരു എംബ്ലത്തിലേക്ക് എടുത്തിട്ടില്ല. അതിന് മുകളിലുള്ള ആ ഒരു അബാക്കസും അതിന് മുകളിലുള്ള ഈ ഒരു ലയൺ ക്യാപിറ്റലുമാണ് നമ്മൾ എംബ്ലമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മൗര്യൻ പില്ലറിലെ ലയൺ ക്യാപിറ്റലും തൊട്ടടുത്ത് നമ്മുടെ നാഷണൽ എംബ്ലവുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്, അത് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം. ദ അബാക്കസ് ഹാസ് എ ഡെപ്പിക്ഷൻ ഓഫ് എ ചക്ര വീൽ ഹാവിങ് 24 സ്പോക്സ് ഇൻ ഓൾ 4 ഡയറക്ഷൻസ്. നമ്മുടെ ഈ ഒരു ലയൺ ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ അബാക്കസിൽ ഒരു വീലുണ്ട്, ആ ഒരു ചക്ര അല്ലെങ്കിൽ വീലുണ്ട്. ഈ ഒരു ചക്രക്ക് 24 സ്പോക്സ് ഉണ്ട് അല്ലെങ്കിൽ കാലുകളുണ്ട്. അപ്പോൾ ഈ ഒരു 24 സ്പോക്സ് അത് 24 ഡയറക്ഷനിലേക്കാണുള്ളത്. അത് നമ്മൾ ധർമ്മചക്രയെ കാണിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീല് നമുക്ക് വേറൊരു സ്ഥലത്തു കൂടി കാണാൻ വേണ്ടി പറ്റും, അത് നമ്മുടെ ദേശീയ പതാകയിലാണ്. അപ്പോൾ ഈ ദേശീയ പതാകയിൽ നമ്മുടെ വെള്ള നിറത്തിൻ്റെ നടുവിലുള്ള ആ ഒരു അശോകചക്രം അത് ഈ ഒരു ലയൺ ക്യാപിറ്റൽ സാരാനാഥിലെ ലയൺ ക്യാപിറ്റലിൽ നിന്ന് എടുത്തുള്ളതാണ്. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ആ ഒരു അശോകചക്രത്തിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വലതു ഭാഗത്ത് നമ്മുടെ നാഷണൽ എംബ്ലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. നമ്മുടെ ആ ചക്രത്തിൻ്റെ വലതു ഭാഗത്തുള്ള മൃഗം എന്ന് പറയുന്നത് ഒരു കാളയാണ്, ബുള്ളാണ്. ഇടതു ഭാഗത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കുതിരയാണ്. ഇത് കൂടാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 2 മൃഗങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് ആനയാണ്, രണ്ടാമത്തേത് ലയണാണ്. അപ്പോൾ ആനയും സിംഹവുമാണ്. അപ്പോൾ നമ്മുടെ ഈ നാഷണൽ എംബ്ലത്തിൽ 4 മൃഗങ്ങളുണ്ട് ആ ഒരു അബാക്കസിൽ അശോകചക്രത്തിൻ്റെ ചുറ്റുമായിട്ട്. ദ അനിമൽസ് ആർ ബുൾ, ഹൗസ് ആൻഡ് എലിഫൻറ്റ് ആൻഡ് ബിറ്റ്വീൻ എവറി ചക്ര ഈസ് ഫൈൻലി കാർവ്ഡ്. അപ്പോൾ 4 ചക്രങ്ങളുണ്ട്. ഈ ഒരു 4 ചക്രത്തിൻ്റെ ഇടയിൽ 2 ചക്രങ്ങൾക്ക് ഇടയിലായിട്ട് ഓരോ മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മൃഗങ്ങളുടെ ക്രമം ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൽ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഞാനതാണ് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്നത് BHEL. അതായത് ബെൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഹെവി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ BHEL ബുള്ള്, ഹൂസ്, എലിഫൻറ്റ്, ലയൺ, അങ്ങനെയാണിത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ള ആ ഒരു ചതുരം കാണാം, അതിൻ്റെ ആ ഒരു കോർണറിലാണ് നമ്മുടെ ഓരോ അശോകചക്രം വരുന്നത്. അപ്പോൾ ബെൽ എന്ന് ഓർത്ത് നോക്കുക, ബുള്ള്, ഹോസ്, എലിഫൻറ്റ് ആൻഡ് ലയൺ. അപ്പോൾ ദ മോട്ടീവ് ഓഫ് ദി ചക്ര ബിക്കം സിഗ്നിഫിക്കൻറ്റ് ആസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ധർമ്മചക്ര ഇൻ ദ എൻറ്റയർ ബുദ്ധിസ്റ്റ് ആർട്ട്. അപ്പോൾ ഈ ഒരു ചക്രം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ആർട്ടിലെ ധർമ്മചക്രത്തെയാണ് കാണിക്കുന്നത് എന്നുകൂടി ഓർത്ത് നോക്കുക. പക്ഷേ ബുദ്ധൻ്റെ സമയത്തുള്ള ധർമ്മചക്രത്തിന് വെറും 8 കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അശോകൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് 24 കാലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൗര്യൻ പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വയ്ക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്തൂപകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ തന്നെ ഞാൻ പറഞ്ഞു, അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്തൂപയുടെ ചിത്രമാണ്. ആ ഒരു സ്തൂപ എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ്. അത് സാഞ്ചിയിലെ സ്തൂപയാണ്. അത് മധ്യപ്രദേശിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അശോകനാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്തൂപ, എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് നോക്കാം. അപ്പോൾ സ്തൂപ നിർമ്മാണം എന്ന് പറയുന്നത് ഈ ഒരു അശോകൻ്റെ സമയത്തോ മറ്റോ തുടങ്ങിയതല്ല, അത് വളരെ മുൻപേ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ സ്തൂപ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ഹീപ്പ് അല്ലെങ്കിൽ ഒരു കൂന എന്ന് മാത്രമാണ്. അപ്പോൾ സാധാരണ ഈ ഒരു സന്യാസിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ധ്യാനത്തിലിരുന്നിട്ടാണ് മരിക്കുക. അപ്പോൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുറ്റും ഈ മണൽപുറ്റ്, അതായത് ചിതൽപുറ്റുകളൊക്കെ അണിഞ്ഞിട്ട് അതൊരു കൂനയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ സാധാരണ സമാധിയാവുന്ന ആൾക്കാരുടെ സ്ഥലത്തിനാണ് നമ്മൾ സ്തൂപ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അശോക ഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻസ് ഓഫ് ബുദ്ധാസ് റിലിക്സ് ടു എവറി ഇമ്പോർട്ടൻറ്റ് ടൗൺ ആൻഡ് ഓർഡേർഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്തൂപാസ് ഓവർ ദം. അപ്പോൾ അശോകൻ ബുദ്ധൻ്റെ അവശേഷിപ്പുകളും ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട വിവിധ പ്രദേശങ്ങളിലേക്ക് അയക്കുകയും അദ്ദേഹം ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സ്തൂപം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സ്തൂപ നിർമ്മാണം എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കി വന്നപ്പോൾ വലിയൊരു സ്ട്രക്ചറായി മാറി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു അമ്പലം പോലെ, ഒരു പ്രാർത്ഥനാലയം പോലെ മാറിപ്പോയി. ദ സ്തൂപ ബിക്കെയിം ദ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ്. അപ്പോൾ ഈ ഒരു സ്തൂപയുടെ നടുവിൽ നമ്മുടെ സാധാരണ അമ്പലങ്ങളിലൊക്കെ ഒരു ഡെയിറ്റി ഉണ്ടാവും, ഒരു പ്രാർത്ഥനാ മൂർത്തി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൂർത്തിയുടെ സ്ഥാനത്ത് ഈ ഒരു സ്തൂപയിൽ വരുന്നത് നമ്മുടെ ബുദ്ധൻ്റെ റിലിക്സ് ആണ്. അപ്പോൾ ഈ ഒരു റിലിക്സ് വന്നിട്ട് അതിന് ചുറ്റുമാണ് ഈ ഒരു സ്തൂപ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്തൂപ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെയാണ്. ഇത് സാഞ്ചിയിലെ സ്തൂപയാണ്. അതിൻ്റെ തന്നെ ഒരു ഡയഗ്രമാണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ സ്തൂപം നോക്കിക്കഴിഞ്ഞാൽ നടുവിൽ ഒരു വലിയ കുട കമഴ്ത്തി വെച്ചതുപോലെയുണ്ട്. അതിനെ നമ്മൾ അണ്ട എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട, കോഴിമുട്ടേനെയൊക്കെയാണ് നമ്മൾ അണ്ട എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മുട്ട പകുതിയായിട്ട് മുറിച്ച് കമഴ്ത്തി വെച്ചതുപോലെയാണുള്ളത്. അപ്പോൾ ആ ഭാഗത്തിനെ അണ്ട എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിലൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു കൂടിൻ്റെ ഉള്ളിലുള്ളതിനെ ഹർമിക എന്ന് വിളിക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു കോല് പോലെ അതിൽ 3 കാലുകളൊക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ ഛത്ര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് പേരുകളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. അതിനുശേഷം
ഈ ഒരു ഇതിന് ചുറ്റും നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ചുറ്റുന്നത് പോലെ ചുറ്റുന്നതിന് വേണ്ടി ഒരു പ്രദക്ഷിണ പദമുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒറ്റ പ്രദക്ഷിണ പദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന സമയത്ത് 2 പ്രദക്ഷിണ പദം ഉണ്ടായി, അതായത് 2 ലെവലിലായിട്ട് പ്രദക്ഷിണ പദം ഉണ്ടായി. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എന്ന് പറയുന്ന പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പ്രദക്ഷിണ പദം, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പ്രദക്ഷിണ പദം. അതിൽ തന്നെ ഈ ഒരു വലതു ഭാഗത്ത് നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പിനെ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു പില്ലറും കാണാൻ വേണ്ടി പറ്റും. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഒരു പ്രദക്ഷിണ പദത്തിന് ചുറ്റുമായിട്ട് നമുക്കൊരു ചുറ്റുമതിൽ പോലെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ചുറ്റുമതിലിനെയാണ് വേദിക എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വേദികയ്ക്ക് 4 ഗേറ്റുകളാണുള്ളത്. ആ ഗേറ്റിനെയാണ് തോരണ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഡോം പോലുള്ള ഭാഗത്തിനെ നമ്മൾ അണ്ട എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഹർമ്മികയുണ്ട്, അതിൽ ഛത്രയുണ്ട്, പിന്നെ അതിന് ചുറ്റും ഒരു പ്രദക്ഷിണ പദമുണ്ട്. അതിനുശേഷം അതിനൊരു ചുറ്റുമതിലുണ്ട്. ആ ചുറ്റുമതിലിനെ നമ്മൾ വേദിക എന്ന് വിളിക്കും. പിന്നെ അതിന് ഗേറ്റ് ഉണ്ട്. ഗേറ്റ് 4 എണ്ണമാണുള്ളത്. അപ്പോൾ ഈ ഒരു 4 ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 ഈവൻസിനെ കാണിക്കുന്നു എന്നാണ് കരുതി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, സ്തൂപാസ് കൺസ്ട്രക്ട് ചെയ്ത് അശോകൻ്റെ സമയത്ത് വളരെയധികം വർദ്ധിച്ചു. പ്രധാനപ്പെട്ട ഒരു സ്തൂപ എന്ന് പറയുന്നത് സാഞ്ചിയിലെ സ്തൂപയാണ്. അത് മധ്യപ്രദേശിലാണ്. അത് അശോകനാണ് ബിൽഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സ്തൂപാസിനെ കുറിച്ച് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൗര്യൻ എംപയറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത്. ഈ ഒരു മൗര്യൻ എംപയറിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 രാജാക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിൻ്റെ മകനായ ബിന്ദുസാര, പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ അശോക. അശോകൻ്റെ കാലത്ത് ബുദ്ധമതത്തിനുണ്ടായ ഒരു വളർച്ചയൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മൗര്യ സാമ്രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള സാമ്രാജ്യത്തിലേക്ക്, അതിനുശേഷം വന്ന അടുത്ത സാമ്രാജ്യത്തിലേക്ക് പോകും. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾക്കെല്ലാം മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കൂടാതെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കരുതി പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.